രാഷ്ട്രീയ അട്ടിമറി നടന്ന ബീഹാറിൽ പുതിയ മന്ത്രിമാർ ഇന്ന് ചുമതലയേൽക്കുകയാണ്. ബൽറാം ചേരുന്നു. ബൽറാം, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൽറാം, നിലവിൽ ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഇന്ന് ബീഹാറിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ ആരോപണം, ഒരു ആരോപണവുമായിട്ട് രോഹിണി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ബീഹാറിൽ നിന്ന് നേരിട്ടറിയാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം? ഗുഡ് മോർണിംഗ് സ്മിത. പ്രവിധ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അത്യപൂർവമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ബീഹാറിൽ പട്നയിൽ കഴിഞ്ഞ ദിവസം നടന്നത്. എന്നാൽ ബീഹാറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതമില്ല. കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇത് 4ാം തവണയാണ് നിതീഷ് കുമാർ മുന്നണി മാറി മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ജനങ്ങൾ അത് വലിയ അത്ഭുതത്തോടെ കാണുന്നില്ല. എന്നാൽ ഇത് വലിയ ആഘാതമുണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലാണ് എന്ന് വ്യക്തമാണ്. കാരണം ഇന്ത്യ എന്ന ആശയത്തിന് തന്നെ രൂപം നൽകിയ നേതാവാണ് നിതീഷ് കുമാർ. അദ്ദേഹം തന്നെയാണ് ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണിയെ ഈ NDAക്കെതിരെയുള്ള ആയുധമാക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ചതും. എന്നാൽ നിതീഷ് കുമാർ തന്നെ പാർട്ടി വിട്ടുപോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഇന്ന് ചുമതലയേൽക്കുകയാണ്, ഓഫീസിൽ എത്തി. അതേസമയം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര പ്രവേശിക്കുമ്പോഴേക്കും ബീഹാറിൽ സർക്കാർ മാറ്റമുണ്ടായിരിക്കുന്നു. കോൺഗ്രസ് അംഗമായ സർക്കാർ അധികാരത്തിൽ നിന്ന് മാറി BJP നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശക്തമായ നീക്കങ്ങളും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമായും RJDയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം എന്നുള്ളത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് ഈ സർക്കാർ മുന്നോട്ടു പോകില്ല എന്ന ഒരു വിലയിരുത്തലാണ്. കാരണം ചൂണ്ടിക്കാണിക്കുന്നത് ഉപമുഖ്യമന്ത്രിമാരായി എത്തിയിരിക്കുന്ന 2 പേർ BJP നേതാക്കൾ സാമ്രാജ് ചൗധരിയും ഒപ്പം തന്നെ വിജയ് സിൻഹയും നിതീഷ് കുമാറിന്റെ കടുത്ത വിമർശകരും, ഒരാൾ പ്രതിപക്ഷ നേതാവും ഒരാൾ BJP സംസ്ഥാന അധ്യക്ഷനും ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാമ്രാജ് ചൗധരി ആകട്ടെ തന്റെ തലപ്പാവ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും ഇറങ്ങാതെ അഴിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ആളാണ്. തലപ്പാവ് കെട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നലെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതും എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ലോക്സഭാ സീറ്റുകളുടെ പേരിലാണ്, അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു സഖ്യം രൂപീകൃതമായിരിക്കുന്നത്. 17 സീറ്റുകൾ എന്ന കഴിഞ്ഞ തവണത്തെ അതേ സീറ്റുകൾ വേണമെന്ന അവകാശവാദം JDU ഉന്നയിച്ചിരിക്കുന്നു. എന്നാൽ 2019 ഏറെ പുറകോട്ട് പോയിട്ടുണ്ട് JDU എന്നും അതിനാൽ തന്നെ അത്രത്തോളം സീറ്റുകൾ നൽകാൻ കഴിയില്ല എന്ന ഒരു നിലപാട് BJPക്കുണ്ട്. അത് സീറ്റ് ചർച്ചകളുടെ ഘട്ടത്തിൽ അത് വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കും എന്ന് വിലയിരുത്തപ്പെടുന്നു. ഒപ്പം തന്നെ JDU വിരുദ്ധരായ അല്ലെങ്കിൽ നിതീഷ് വിരുദ്ധരായ മറ്റ് ചെറു പാർട്ടികളെ കൂടെ നിർത്താനുള്ള നീക്കങ്ങൾ RJDയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. ഇതിൽ പ്രധാനമായും 3 നേതാക്കൾ, ഉപേന്ദ്ര കുശ്വാഹ, ഒപ്പം തന്നെ ജിതൻ റാം മാഞ്ചി, മുകേഷ് സഹനി, ഇവർ 3 പേരും നേരത്തെ NDAയുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ ജിതൻ റാം മാഞ്ചി NDAയുടെ ഭാഗമാണെങ്കിൽ പോലും നിതീഷ് കുമാറിനുമായി കടുത്ത എതിർപ്പ് അദ്ദേഹത്തിനുണ്ട്. ഈ പാർട്ടികളെ കൂടെ നിർത്തി ബീഹാറിലെ ജാതി സമവാക്യങ്ങൾക്ക് അനുസൃതമായി വോട്ട് ക്രമീകരിച്ച് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ RJDക്കും കോൺഗ്രസിനുമുണ്ട്. യാദവ മുസ്ലിം വോട്ടുകൾ മാത്രം 31% സംസ്ഥാനത്തുണ്ട്. ഒപ്പം തന്നെ കുശ്വാഹ അടക്കമുള്ള മറ്റ് പിന്നോക്ക വിഭാഗ വോട്ടുകൾ കൂടി ചേർത്താൽ 40% എത്തിച്ചാൽ BJPയെയും JDUവിനെയും ഞെട്ടിക്കുന്ന വിജയം നേടാൻ കഴിയും എന്ന കണക്കുകൂട്ടലാണ് RJDയും കോൺഗ്രസും. ശരി ബൽറാം, താങ്ക് യു.